സ്റ്റിൽ ഹോൾഡിംഗ് ദ സീസ് ഫയർ. ട്രംപും ഇറാനും തമ്മിൽ അസിം മുനീറിന്റെ മധ്യസ്ഥതയിൽ നടന്ന ആ വെടിനിർത്തൽ, 2 ആഴ്ചത്തെ വെടിനിർത്തൽ, ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് അനിശ്ചിതമായിട്ട് നീട്ടി ട്രംപ് പ്രഖ്യാപിച്ച ആ വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിൽ നിൽക്കുന്നു എന്നാണ് 2 വിഭാഗവും പറയുന്നത്. അത് ഇറാനും സമ്മതിക്കുന്നുണ്ട്, ട്രംപും അമേരിക്കയും സമ്മതിക്കുന്നുണ്ട്, വൈറ്റ് ഹൗസും. എന്നിരുന്നാൽ കൂടി അവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വെടിനിർത്തലിനിടയിലും ദുബായിലേക്ക് ഒരു 4 മിസൈലുകൾ തൊടുത്തുവിട്ട് ഫുജൈറയിലൊക്കെ ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഇറാൻ വരുത്തി. അത് പടലപ്പിണക്കൾ, ഈ ഇതിനുള്ളിൽ ഇറാന്റെ IRGCയിലും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആ ഒരു ഭിന്നതയുടെ ഭാഗമായിട്ട് ആരോ തൊടുത്തുവിട്ടതായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഒപ്പം തന്നെ അമേരിക്കയും അവിടെ കുറച്ച് ബോട്ടുകൾ, ഒരു 5-6 ബോട്ടുകൾ, ചെറു ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ മുക്കി താഴ്ത്തിയിട്ടുണ്ട് ഹോർമുസ് കടലിടുക്കിൽ. ഇന്നലെ അത് ഭേദിച്ചു എന്നാണ് അമേരിക്ക അത് ഭേദിച്ച് ഇറാന്റെ ആ ഒരു ഉപരോധത്തെ തകർത്തു എന്നും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അവിടെ അമേരിക്കയുടെ വലിയൊരു ഉപരോധവും അതിന് തെക്ക് ഭാഗത്തായിട്ട്, ഹോർമുസ് കടലിടുക്കിന്റെ തെക്ക് ഭാഗത്തായിട്ട് അണിനിരത്തി ആരെയും കടത്തിവിടാണ്ട് അമേരിക്ക ഒരു ഭാഗത്തു നിന്ന് തടയുന്നു, ഇറാൻ ഒരു ഭാഗത്ത് തടയുന്നു. എന്നിരുന്നാൽ കൂടി ഇവർക്കുള്ളിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. ആ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് സ്റ്റീവ് വിറ്റ്കോഫ്, ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് ട്രംപിന്റെ. ഒപ്പം തന്നെ മരുമകനായ ജെറഡ് കുഷ്ണറും. ഇപ്പോൾ വരുന്ന ധാരണകൾ പ്രകാരം ട്രംപ് ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇത് നമ്മൾ ഒരു ചൊല്ലുണ്ട്, വാച്ച് ട്രംപ് എന്ന കൈമ കെട്ടിയിരിക്കുന്നത്, പക്ഷെ സമയം നിയന്ത്രിക്കുന്നത് ഇറാനാണ് എന്ന ഒരു സ്ഥിതിയിലാണ്. ട്രംപ് പറയുന്ന എൻ്റെ ഒരു വാച്ച് ഉണ്ടെന്ന്, പക്ഷെ ഇറാൻ പറയുന്ന സമയം ഞങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലവരണം. പക്ഷെ അത് പുറമേക്ക് വന്ന് അദ്ദേഹത്തിന് അങ്ങനെ സമ്മതിക്കാനായിട്ടുള്ളൊരു മടിയുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ചെന്ന് പെട്ടത് ഈ യൂറോപ്യൻ യൂണിയൻ കൂടിയില്ല, അറബ് രാജ്യങ്ങളാണെങ്കിൽ അടിക്കുന്നു പറയുന്നു, നെത്തന്യാഹു അണിങ്ങി അടിക്കാനായിട്ട് പറയുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമായിട്ട് ട്രംപ് നേരിടാൻ പോകുന്നത്, ഇവിടെ നവംബറിൽ കോൺഗ്രസ്, സെനറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നുണ്ട്. അവിടെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടി ട്രംപിനെ ഇംപീച്ച് ചെയ്യും, ട്രംപിനെ ഇറക്കി വിടേണ്ടി വരും. കാരണം യുദ്ധത്തിന് അവകാശം, ഈ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ, എക്സിക്യൂട്ടീവ് ഓർഡർ വഴി തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള അവകാശം ട്രംപിനുള്ളപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ അനുവാദം വാങ്ങണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് ഒട്ടനവധി പരമാധികാരങ്ങളുണ്ട്. ഒരു US പ്രസിഡന്റ്, ലോകത്തിന്റെ അധികാരി എന്നറിയപ്പെടുന്ന ട്രംപിന് അധികാരങ്ങളുണ്ട്. എന്നാൽ യുദ്ധം തുടങ്ങി ഇപ്പൊ പ്രത്യേകിച്ച് യുദ്ധം നടക്കാത്ത ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും അനുവാദം വാങ്ങണം. അതിന് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരുമിച്ച് വന്ന് അദ്ദേഹത്തിനോട് ഓക്കെ നിങ്ങൾ പോയി യുദ്ധം ചെയ്തോളൂ, ഫണ്ടിങ് തേന എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. ഇതുവരെ ഇവരെയൊക്കെ നമ്മൾ ഈ യുദ്ധം നടക്കുമ്പോഴും അമേരിക്കൻ്റെ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, പീറ്റ് ഹെക്സത്ത് ഡിഫൻസ് സെക്രട്ടറിനെ കൊണ്ടുവന്ന് അവർ ഗ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോയി, എവിടെയാണ്, എന്തിനാണ് പൈസ, ആരാണ്? അത് പീറ്റ് ഹെക്സത്തിനെ പൊരിച്ചെടുത്തത് ഒരു ഇന്ത്യക്കാരനാണ്, റോ കന്ന എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് പാർട്ടി, ഒബാമയുടെ പാർട്ടിപ്പെട്ട വ്യക്തി റോ കന്ന. അദ്ദേഹം കന്ന എന്ന് പറഞ്ഞ പഞ്ചാബിയാന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയാണ് പീറ്റ് ഹെക്സത്തിനോട് ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അപ്പൊ ആഭ്യന്തരമായിട്ടുള്ള ആ ഒരു ഇതിൽ ട്രംപിന് ഇനി ഇലക്ഷനെ നേരിടണം. ഇപ്പൊ ജൂബിറ്റ്നോറിൽ പല സംസ്ഥാനങ്ങളിലുള്ള ഗവർണർ ഇലക്ഷൻസ്, നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളത്, ഒഹയോയിൽ നമ്മുടെ മലയാളി പയ്യൻ പാലക്കാടുകാരൻ പട്ടര് വിവേക് രാമസ്വാമി ജയിക്കുമെന്നാണ് പറയുന്നത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ജയിച്ചു വന്ന് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പൊതു ഇലക്ഷനിൽ, ജനറൽ ഇലക്ഷനിൽ നേരിടാനായിട്ടാണ് സാധ്യത. ഒപ്പം തന്നെ വിവേക് രാമസ്വാമിനെ നമ്മുടെ എലോൺ മസ്കും ട്രംപും കൂടി ഇടിച്ചു പുറത്താക്കി, ഡോജ് എന്നൊക്കെ പറഞ്ഞ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് മദാമ്മമാരുടെയും സായിപ്പിൻ്റെ ഇടയിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നതാണ്. ഇനി വീണ്ടും യുദ്ധത്തിലേക്ക് വരുമേ, ഈ യുദ്ധം ഇദ്ദേഹത്തിന് അതുകൊണ്ട് ആഭ്യന്തര കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കണം. തന്നെയല്ല ഇവിടെ പെട്രോൾ, അദ്ദേഹത്തിന്റെ പേര് കുറഞ്ഞുകൊണ്ടിരിക്കുക, റേറ്റിംഗ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് 29-30 താഴെ എത്തി. അത് ചെറിയ കുറവ് റേറ്റിംഗ് ആണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അമേരിക്കൻ ജനത യുദ്ധം ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല സാധാരണക്കാരൻ്റെ, എൻ്റെ പോലും പെട്രോളിൻ്റെ പൈസ, ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ഈസ്റ്റ് കോസ്റ്റ് ന്യൂയോർക്ക് സൈഡിൽ നിന്നും കണക്ടിക്കറ്റിൽ നിന്ന് ഇവിടെ വന്നു, കാലിഫോർണിയയിൽ $6-7 ഒരു ഗാലൻ ഗ്യാസിന്, പെട്രോളിന് ഗ്യാസ് എന്നാ പറയാ. അവിടെ കണക്ടിക്കറ്റിൽ ഇത്തിരി വില കുറവാണ്. പക്ഷെ എന്നാൽ കൂടി അമേരിക്കൻ സാധാരണക്കാരനെ കോട്ടം, അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രീതിയിൽ പെട്രോൾ വില പോകുന്നു. എന്നിരുന്നാൽ കൂടി വലിയൊരു അതൊക്കെ പിടിച്ച് ഇതിലും വലിയ വിലകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി
അത് ട്രംപിനെ ബാധിക്കുന്നുണ്ട് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതും പിന്നെ ഈ വരുന്ന ഇലക്ഷനിലൊക്കെ ഒരു പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്ന് തലൂരാനായിട്ട് അസീം മുനീറിനെ ഏൽപ്പിച്ച് ഇതാണ്. അപ്പോൾ ഇവർ ഒരു 1 പേപ്പർ എഗ്രിമെന്റ് എൻഡ് ഓഫ് ദ വാറിനെ പറ്റി 1 പേപ്പർ എഗ്രിമെന്റിൽ എത്തിക്കുന്നത്. അതിൽ 14 പോയിന്റ് ഇട്ട്, അതായത് ഇവർ വലിയ ചർച്ചകളൊക്കെ നടത്തി. അസീം മുനീർ, സ്റ്റീവ് വിറ്റ്കോഫ്, JD വാൻസ് പാകിസ്ഥാനിൽ പോയി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അബ്ബാസ് അരാഗ്ചി ഒറ്റയ്ക്ക് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല, കാരണം അവർ തമ്മിൽ സമ്മതത്തിൽ എത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒറ്റ പേപ്പർ, കാരണം ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒറ്റ പേപ്പർ അധികം ഇതിൽ വന്നിരിക്കുകയാണ്. 14 പോയിന്റ്സ്. ഈ 14 പോയിന്റ്സിൽ തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും ഇപ്പം അവസാനിപ്പിക്കുന്നതായിട്ട്, കാരണം ഇദ്ദേഹത്തിന് അവസാനിപ്പിച്ചേ പറ്റൂ ട്രംപിന്. ഈ ഒരു വന്നിരിക്കുന്ന ധാരണ പ്രകാരം 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതിന്റെ മേലെ എന്തെങ്കിലുമൊക്കെ മേൽനോട്ടം എന്നൊക്കെയാ പറയുന്നത്, അതൊക്കെ വെറും വാക്കുകളാണ്. അത് ഇറാൻ വീണ്ടും, പക്ഷെ ഖമേനി പോയി എന്നുള്ളതൊരു ഇതാണ്. പിന്നെ ഒട്ടനവധി തീവ്ര നിലപാടുകളുള്ള ലാരി ജാനി ഇവരൊക്കെ പോയി. പിന്നെ ഒരു വലിയ കമാൻഡർമാര് സുലൈമാനി, പണ്ട് മുതലേ പോയ ജനറൽമാര്, അങ്ങനെ തീവ്രമുള്ള ഒരു 19 ആൾക്കാർ നേതൃത്വത്തിൽ നിന്ന് പോയതുകൊണ്ട് ഒരു പക്ഷേ പെസഷ്കനും മുഹമ്മദ് ബാലിഫും ഒക്കെ ട്രംപിന്റെ ഇതിലേക്ക് നയത്തിൽ വരാൻ പിന്നീടത്തേക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാം, കാരണം നേതൃത്വം നഷ്ടപ്പെട്ടതുകൊണ്ട്. പക്ഷെ ഈ ന്യൂക്ലിയർ ഇത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇത് പിന്നെ ഹോർമസ് കടലിടുക്ക് വെച്ച് ഒരു പക്ഷേ നിയന്ത്രിതമായിട്ട് തുറന്നു കൊടുക്കുക തന്നെയുമല്ല. ഇറാൻ ഇവിടെയാണ് ഗോളടിച്ചിരിക്കുന്നത്. ഇറാന് നേട്ടം കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട്, അതായത് ഒരു ഏകദേശം ഒരു $100 ബില്യൺ ഈ സാങ്ഷൻസ്, ഉപരോധം, ആ ഉപരോധം എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞാൽ ഇറാൻ ഫ്രീ രാജ്യമായി, എണ്ണ വെക്കാനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമായി. അപ്പോൾ മുമ്പുള്ളതിൽ കൂടുതൽ അമേരിക്ക തോൽവി ഏറ്റുവാങ്ങിയിട്ടായിരിക്കും ഈ സാങ്ഷൻസ് എടുത്തു മാറ്റുക ഇറാന്റെ മേലെയുള്ള. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായിട്ട് മാറാനാണ് സാധ്യത. അപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുള്ളൂ. ഒറ്റ പേജ് ധാരണ, 14 ക്ലോസുകൾ, അത് എന്താണെന്ന് പുറത്തു വരുന്നുള്ളൂ. അപ്പം ട്രംപ് തോറ്റു എന്ന മാതിരിയാണ് ഇപ്പോഴത്തെ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നേതൃത്വം പോയതുകൊണ്ട് ട്രംപിന് അതിന് മേലെ ഒരു സ്വാധീന വലയം തന്നെയുള്ള ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാനാ പറയുന്നത്, അടിച്ച് ഒതുക്കി ഇല്ലാണ്ടാക്കാനായിട്ട്. പക്ഷേ ട്രംപ് അതിന് പറ്റില്ല. ഇന്ന് ബുധനാഴ്ച നെത്തന്യാഹുമായിട്ട് അദ്ദേഹത്തിന് ചർച്ചയുണ്ട് ട്രംപിന്. അപ്പം നെത്തന്യാഹു എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒബാമ പണ്ട് $150 ബില്യൺ അവർക്ക് ഉപരോധത്തിൽ പറ്റിയിരുന്ന സാങ്ഷൻസ് പൈസ, അവരുടെ പൈസ വിട്ടുകൊടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രംപിന് സമ്മതിക്കാൻ പറ്റില്ല. ട്രംപ് ഈ പൈസ $100 ബില്യൺ അവരുടെ ഉപരോധത്തിൽ കിടക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഒബാമേനെ വിമർശിച്ച, ഒബാമേനെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ട്രംപ് പല ഇലക്ഷന് മുമ്പും ഒക്കെ. ആ ട്രംപിന് ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഹം എന്ന ഭാവത്തിന് വലിയൊരു കോട്ടം സംഭവിക്കും. കാരണം $100 ബില്യൺ ഇറാന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്ന ഉപരോധം എടുത്ത് മാറ്റിയിട്ട്. ഒപ്പം തന്നെ ഒന്നും ഈ യുദ്ധത്തിൽ ഒന്നും നേടിയില്ല എന്നുള്ള, കുറേ ബോംബ് ഇത് മോളിൽ നിന്ന് ഇറാൻ ഒന്നും പറ്റിയില്ല. ഇറാൻ കുറച്ച് അവിടെ ഇവിടേക്ക് എന്തെങ്കിലും പൊട്ടിച്ചതല്ലാണ്ട് അവരുടെ ന്യൂക്ലിയർ ബോംബ് അവരുടെ കയ്യിലുണ്ട്, ന്യൂക്ലിയർ സമ്പുഷ്ടീകരിച്ചത്. അത് വെപ്പൻ ഗ്രേഡിലായിരിക്കുന്നത്. അവരുടെ പട്ടാളത്തിനൊന്നും പറ്റിയില്ല. അവരുടെ ഒരു 10,000 ആൾക്കാരാ ഇതുവരെ ഇതുള്ളൂ. കുറച്ച് ഒക്കെ അവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള സാധനം അതേപടി അവിടെ ഇരിക്കുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇറങ്ങിപ്പോയി യുദ്ധത്തിനും ആഗ്രഹമില്ല. അപ്പം തത്സ്ഥിതി, സ്റ്റാറ്റസ് കോ, യുദ്ധത്തിന് മുമ്പ് അതായത് മുമ്പുണ്ടായിരുന്ന അതേ സ്ഥിതിയിൽ തന്നെ കാര്യങ്ങൾ പോവും. ഇറാൻ ഒരു കോട്ട വരില്ല. ഇറാൻ അവിടെ വേദനിപ്പിച്ച് അവിടെ നിർത്തി പോരുന്നു. തലപ്പത്തുള്ള 86 വയസ്സായ ഖമേനി പോയി എന്നുള്ളതൊഴിച്ച് ഒന്നും ഇറാൻ സംഭവിച്ചിട്ടില്ല. വാച്ച് കെട്ടുന്നത് ട്രംപ്, സമയം ഇറാന്റെ കയ്യിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ.